ശ്രദ്ധയിൽപ്പെട്ടു. മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്യുന്ന ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ് ചെയ്തത്. ഒരു മാതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, മാതാവെന്ന് മാത്രമല്ല ഒരു കുഞ്ഞിനെയും നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ 1.5 വയസ്സായിട്ടുള്ള കുട്ടിക്ക് അതൊക്കെ ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. ഇതുപോലത്തെ സ്ത്രീകൾ സമൂഹത്തിന് അപമാനമാണ്. റിപ്പോർട്ട് ഇന്നോ നാളെയായിട്ട് തരും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ തന്നെ റിപ്പോർട്ട് വാങ്ങിച്ച് അതാരാണോ അന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് അവരുടെ പേരെ നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ശബരിമലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ഒരു കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു, കുറ്റപത്രം കൊടുക്കാൻ പോകുന്നു. ആ കുറ്റപത്രത്തിലെ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ വേണമെന്നുള്ള കാര്യം UDF തീരുമാനിക്കും. കാരണം അത് UDF നയപരമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾക്കിപ്പോൾ പരിമിതിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനൊക്കെ സർക്കാരിനോട് അനുമതി ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ചാർജ് ഷീറ്റിൽ യഥാർത്ഥ പ്രതികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചാർജ് ഷീറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റൂ. അത് തൃപ്തികരമല്ലെങ്കിൽ തുടരന്വേഷണം വേണോ എന്നുള്ള കാര്യം UDF തീരുമാനിക്കും.